ഒരു ബിരിയാണി കിട്ടിയാ കൊള്ളാം. ബിരിയാണി? നിനക്ക് ബിരിയാണി വേണമെങ്കിൽ കുറച്ച് നേരത്തെ പറയണമായിരുന്നു. അപ്പോ കൊറേ നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടാ അവൾക്ക് ബിരിയാണി വാങ്ങി കൊടുത്തത് അല്ലേ? ആർക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്തു? ഒരു രാത്രി കൊണ്ട് എല്ലാം മറന്നോ? ഇതിലെന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ അക്ഷരം പഠിച്ചിട്ട് തന്നെ ടീച്ചറായത്. ബിരിയാണി പാർസൽ. ഇന്നലെ ഓർക്കാപ്പുറത്ത് വീട്ടിലേക്ക് വന്ന വിജയേട്ടൻ. ജാനി മാത്രമേ ഈ വീട്ടിലുള്ളൂ എന്നറിയാവുന്ന വിജയേട്ടൻ ഇത് ആർക്ക് വേണ്ടി വാങ്ങിച്ചോണ്ട് വന്നതാ? അവളെ സൂചിപ്പിക്കാൻ വേണ്ടിയല്ലേ? രത്നമേ, നീ സൂക്ഷിച്ച് സംസാരിക്കണം. ജാനിമോൾക്ക് ഞാനൊരു ബിരിയാണി വാങ്ങിക്കൊടുത്തത് വലിയ തെറ്റാണോടി? ഞാനിവിടെ ഉള്ളപ്പോ വിജയേട്ടൻ അവൾക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഇല്ലാത്ത തക്കം നോക്കി അവളെ ബിരിയാണി വാങ്ങിച്ചു കൊടുത്ത് സൽക്കരിച്ചതിന്റെ അർത്ഥം എന്താ? അതിനൊരർത്ഥേ ഉള്ളൂ. അവൾക്ക് മനസമാധാനത്തോടെ ഇരുന്ന് ബിരിയാണി കഴിക്കാൻ പറ്റും. നിന്റെ വായിലിരിക്കുന്ന ചീത്തയും പ്രാക്കും കേൾക്കേണ്ടി വരില്ല, അവൾക്കും എനിക്കും. ഞാൻ അറിയാതെ ഞാൻ ഇല്ലാത്ത തക്കം നോക്കി ഒളിച്ചു കൊണ്ടുവന്ന് കൊടുത്തു അല്ലേ? എന്നിട്ടിപ്പോ കൈയോടെ പിടിച്ചില്ലേ? ആരെ പിടിച്ചു? നിന്റെ അച്ഛൻ കൊച്ചാരാണ്ട്. ഞാൻ ഒരു തടസ്സമില്ലാതെ ഒരു ബിരിയാണി അവൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു. ജാനുമോള് വളരെ സന്തോഷത്തോടെ അതിരുന്ന് കഴിക്കുകയും ചെയ്തു. നിന്റെ ദുഷിച്ച നാക്കും വാക്കും കാരണമാ ഞാൻ അവളോട് അകന്നിരിക്കുന്നതെന്നും പഴയ പോലെ തന്നെ സ്നേഹവും വാത്സല്യവും എനിക്ക് അവളോട് ഉണ്ടെന്നും അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും എനിക്ക് സാധിച്ചു. എന്നിട്ടിപ്പ നീ പറയുന്നു പിടിച്ചെന്ന്. ഞങ്ങളെന്താണ് ഈ മോഷ്ടിച്ചോ അല്ലെങ്കിൽ പിടിച്ചു പറിച്ചോ? ജാനി, എടി ജാനി, എനിക്ക് എല്ലാം മനസ്സിലായി വിജയേട്ടാ. കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. എടി, നിന്നോട് ഞാൻ ഇന്നലെ രാത്രി അരമണിക്കൂർ നേരം സംസാരിച്ചില്ലേ? ഇല്ലടി? സംസാരിച്ചു. എന്നിട്ട് വിജയേട്ടൻ നിനക്ക് ബിരിയാണി വാങ്ങിച്ചു തന്ന കാര്യം നീ എന്നോട് പറഞ്ഞോ? പറഞ്ഞോടി. അത് ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മയ്ക്ക് സന്തോഷാവോ അതോ ദേഷ്യം വരുമോ? അപ്പൊ എനിക്ക് ഇഷ്ടമല്ലാന്ന് നിനക്ക് അറിയാമേ. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാ നീയും വിജയേട്ടനും കൂടെ ചെയ്തേന്ന് നിനക്ക് നല്ല ഉറപ്പുണ്ടേ, ഇല്ലേ? അമ്മയ്ക്കിഷ്ടം ഞാൻ ഇവിടെ പട്ടിണി കിടന്ന് ചത്തുപോകുന്നതായിരിക്കും എന്ന് വെച്ച് എനിക്കിങ്ങനെ അമ്മയെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? എടി എടി, നീ മായം തിരിയല്ലേ? വിജയേട്ടൻ ഇന്നലെ രാത്രി ഈ വീട്ടിലോട്ട് വരുമെന്ന് നിനക്ക് മുൻകൂട്ടി അറിയായിരുന്നു അല്ലേടി? രണ്ടുപേരും കൂടി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ബിരിയാണി പാർസലും വാങ്ങിച്ച് ആഘോഷിച്ചിട്ട് എന്നെ പൊട്ടിയാക്കാൻ നോക്കുന്നു. എന്റെ തല കളിമണ്ണല്ലേ? എന്താ സത്യം കേട്ടപ്പോ ചങ്കു പിടിച്ചു അല്ലേ? എന്നെ തല്ലി ഒതുക്കാന്നൊന്നും വിചാരിക്കണ്ട. ഈ നാട്ടുകാര് മുഴുവൻ കേൾക്കാൻ ഞാൻ നിലവിളിച്ചു പറയും ഇവിടെ എന്താ നടക്കുന്നതെന്ന്. ജാനിമോളെ, വേഗം പോയി ഡ്രസ് മാറിക്കോ. എന്തിനാ? ഇനി നീ വീട്ടിൽ താമസിക്കണ്ട. വേഗം വേഗം പോയി നിന്റെ സർവ്വ സാധനങ്ങളും പാക്ക് ചെയ്തോ. പറഞ്ഞ അനുസരിച്ചോളണം. ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഈ രാത്രിയില് എന്നെ കൊണ്ട് ഒരുപാട് പറയിക്കരുത്. വേഗം ചെല്ലേ. അവളീ രാത്രിയിൽ എങ്ങോട്ട് ഇറക്കി വിടാണ്? മിണ്ടരുത് നീ ശവമേ.
കഴിഞ്ഞില്ല ഇതുവരെ. അച്ഛ വേണ്ട. വേണോ വേണ്ടേന്ന് ഞാനാ തീരുമാനിക്കുന്നേ, നീയല്ല. കഴിഞ്ഞോ? അച്ഛ പ്ലീസ്. എടുക്ക് ബാഗ്. എടുക്കാൻ പറഞ്ഞാ എടുത്തോണം. നിന്റെ ബുക്കും പുസ്തകം എല്ലാം എടുത്തോ? വാ. ആരെ തോപ്പിക്കാൻ വേണ്ടിട്ടാ വിജയേട്ടന്റെ ഈ പുറപ്പാട്? സ്വന്തം ഭാര്യ മക്കളെ അല്ലേ? നിന്നോട് ഇനി ഞാൻ സംസാരിക്കാനില്ല. വിജയേട്ടന്റെ ഇറങ്ങിപ്പോക്കിന് പഴമക്കാരൊരു ചൊല്ലു പറയും, എലിയെ തോപ്പിച്ച് ഇല്ലം ചുടുകാന്ന്. അതിവിടെ ചെയ്തോണ്ടിരിക്കുന്ന നീയാ. ഓരോ ദിവസവും